ഏതായാലും മോശമായിട്ടില്ല. ഇരിക്ക്. വന്നൊന്ന് വൈകുന്നേരം ആരോ പറഞ്ഞു. ഇരിക്കുന്നേ. ആളുകൾ ഓരോന്നൊക്കെ പറയും. കഷ്ടിച്ച് കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടാവുമ്പോ അസൂയക്കാർ കൂടും. നീ അത് കേട്ട് ചൂടാവരുത്. തോണി അഴിച്ചോണ്ട് പോയെന്ന് പിള്ളേരാരോ വന്ന് പറഞ്ഞു. അടി കേട് വന്നപ്പോ ഞാൻ അഴിച്ചോണ്ട് റിപ്പയർ ചെയ്യിച്ചു. മേൽക്കോടതി പോയിട്ട് കാര്യമില്ല, വെറുതെ കാശ് കളയാമെന്ന് വക്കീല് പറഞ്ഞു. വക്കീൽ ഈ നാട്ടിൽ തന്നെയുള്ള ആളല്ലേ? സംശയം ഉണ്ടെങ്കിൽ കാരണം നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഒരു സംശയമില്ല. ആപ്പീസിൽ വെച്ച് ഞാൻ പതിവില്ല. പിന്നെ നീ വന്ന ദിവസമല്ലേ? വേണ്ട. 6-7 തോണി പോയാല് നഷ്ടം എത്രയാണെന്ന് അറിയോ കരണന്? നഷ്ടം ഇനിയും ഉണ്ടാവും. പോട്ടെ, തെരഞ്ഞു കിട്ടുമ്പോ കിട്ടട്ടെ. ഞാൻ നിന്നെ തിരക്ക് അങ്ങോട്ട് വന്നത് ഇതിനാ. തൽക്കാലത്തെ ആവശ്യങ്ങൾക്ക് ഇത് കയ്യിൽ വയ്ക്ക്. വേണ്ട. നീ എന്താണ് പണ്ട് കാണാത്തവരെ പോലെ? വന്നത് വന്നു, അത് വിട്. നിനക്ക് എന്റെ കൂട്ടത്തിൽ നിൽക്കാം. ഇഷ്ടം പോലെ പണിയുണ്ട്. 19 ആൾക്കാരുണ്ട് നമ്മുടെ പണിക്കാര്. അവരെ കൊണ്ട് നീ പണിയെടുപ്പിച്ചാ മതി. മൂപ്പന് ദയ തോന്നിയല്ലോ, പെരുത്ത് നന്ദി. എടാ കുമാരാ, തോണി ഞാൻ തിരിച്ചെടുത്തു. വേറൊന്നുകൂടെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അത് തിരിച്ചെടുക്കാൻ ഞാൻ എപ്പോഴാണ് വരേണ്ടത്? അവൾ ആകെ കഷ്ടത്തിലായിരുന്നു. തന്തയ്ക്ക് ഏതേറും വെളിവില്ല. അന്വേഷിക്കാൻ ഇടയ്ക്ക് ഞാൻ ചെല്ലുന്നതും പോരുന്നതും കണ്ട് അയലക്കാർക്കിടയില് വേണ്ടാത്ത അപവാദങ്ങൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കല്യാണം നടത്താൻ തന്റെ എന്റെ കാല് പിടിച്ച് കഞ്ചാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. പിന്നെ അവളും നിർബന്ധിച്ചു. പെണ്ണുങ്ങളുടെ മനസ്സല്ലേ, എപ്പോ വേണമെങ്കിലും മാറും. എന്റെ തെറ്റല്ല. അവൾക്കും അതാണ് ആഗ്രഹമെന്ന് പറയുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? 3 കൊല്ലം കൂടെ പുറത്ത് ഞാനാ പറയുന്നത്. വലിയ നഷ്ടമൊന്നും നിനക്ക് പറ്റിയിട്ടില്ലെന്ന് വെച്ചോ. നിനക്കൊന്നും വേണ്ടേ?